ഇവന്മാർ ഈ ബുക്കിന്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് പേപ്പർ വെക്കണോണ്ട് ഒന്നും വായിക്കാൻ പറ്റാറില്ല. എടുത്ത് വായിച്ചു നോക്കാം. സ്വർണ്ണവില കുതിച്ചു കയറി. എന്റെ പൊന്നോ, എന്തൊരു വിലയാണോ! ഇങ്ങനെ പോയി ഇത് എവിടെ ചെന്ന് നിൽക്കും എന്റെ ഭഗവാനേ. കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്കണം. എത്തിയോ? ആന്റി എന്താ പത്രം കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നേ? ഒന്നും പറയണ്ട വാസുമോനെ, സ്വർണത്തിന്റെ ഒക്കെ വില കണ്ട് ഞെട്ടിപ്പോയി. എന്റെ അമ്മമ്മ ഇത് തന്നെയാ പറയുന്നേ. അമ്മമ്മയുടെ ബോധം പോയെന്നാ പറഞ്ഞേ. വേറെ എന്തൊക്കെയുണ്ട് വാർത്ത? എന്താ അറിയണ്ടേ? സ്കൂള് തുറക്കൽ നീട്ടി വെച്ചു, അങ്ങനെ വല്ല ഉണ്ടോ? തൽക്കാലം അങ്ങനെ ഒരു വാർത്ത ഇല്ല കേട്ടോ. ജൂൺ 1 എന്നെ സ്കൂൾ തുറക്കും. മര്യാദക്ക് എല്ലാരും കൂടി പോകണം. എന്തൊക്കെ പരിപാടി കിടക്കണം. ആന്റി, നാട്ടിലൊന്നും പോകുന്നില്ലേ? സ്കൂൾ അടച്ചിട്ട് ഇവിടുമാരി ഇവിടെ തന്നെ ഇട്ട് വളർത്താറാണോ? അല്ല മോനെ, പോണുണ്ട്. ഈ ആഴ്ച തന്നെ ഒന്ന് പോയിട്ട് വരാനുള്ള പ്ലാനാ. ആന്റി, ഞാൻ വന്നാട്ടെ? പിന്നെ എന്താ ചോദിക്കണതൊക്കെ? പോയിട്ടോ, പോകാൻ നേരത്ത് പറയാവേ. അമ്മമ്മയുടെ ആന്റി വിളിച്ചു പറഞ്ഞോളാം. ആ ഗ്രാമവും പച്ചപ്പും മഴ, മണ്ണ്, മണം, ഒരു രക്ഷയുണ്ടാവില്ല. താങ്ക് യു ആന്റി, താങ്ക് യു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്തേലും കഴിച്ചോ? പുട്ടും കടലയും തട്ടി. രാവിലെ എന്തോ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടും കൂടി വന്നായിരുന്നു. പിന്നെ മഴയായോണ്ട് വേണ്ടെന്ന് വെച്ച്. അവളുടെ കൂട്ടുകാരിയുടെ ചേച്ചിന്നാ പറഞ്ഞ. അതന്നെ. നിന്നെ വിളിച്ചിട്ടില്ലേ? ഉണ്ട്. ഇല്ല, ഞാനേ ആരുടെ കൂടെ വെറുതെ പോകാനിരുന്ന. രക്കത്തിനൊരു കള്ള ലക്ഷണം ഉണ്ട്. ഇല്ല ആന്റി, സത്യം. ആന്റി, ഒരു കുഞ്ഞു പീക്കിരി സാധനം വന്നിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് കാണാനാ ഞാൻ വന്നത്. അവനാ? ദേ രണ്ടുപേരും കൂടി അപ്പുറം കളിപ്പിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. അടി, ഉച്ചക്കൂണിന് ഞാനുണ്ടാ. ഊണൊക്കെ റെഡിയാ, നീ ചെല്ല്. അപ്പുക്കുട്ടാ, പറിച്ചിട്ട് അപ്പുക്കുട്ടാ. അയ്യോ ചേച്ചി, ഇവനെ നീ പറയുന്നേ? നിന്റെ ഒച്ച കേട്ടിട്ട് കൊച്ചിന് നല്ല ദേഷ്യം വന്നു, അത്ര തന്നെ. അയ്യോ, നീ അപ്പുക്കുട്ടാന്നല്ലേ വിളിച്ചോളൂ. അത് തന്നെ ധാരാളം. കഷ്ടം തന്നെ. അപ്പുക്കുട്ടാ. ചേച്ചി വിളിച്ചപ്പോ ഇവനൊന്നും പറഞ്ഞില്ല. ഹലോ, ദേവാവേ നോക്കിക്കേ, ഇതാരാന്ന് നോക്കിക്കേ. ദേ വാസുചേട്ടൻ വന്നേക്കുന്നു. അതെ, ദേടാ വാസുചേട്ടൻ. ഹലോ, എന്താ പറഞ്ഞേ? എടുക്കാൻ. ഇതിപ്പോ എങ്ങനെ എടുക്കാനാ? കൈ വെച്ചെടുക്കണം. ഇവനെ കണ്ടാലറിയ ഒരു ബാലൻസും ഇല്ല. എന്റെയും കൂടി ബാലൻസ് പോയി എവിടെയെങ്കിലും മൂക്കിടിച്ച് വീഴും. എന്താ പറഞ്ഞ? ചേട്ടാന്നായിരിക്കും. ഹായ് വാവേ. എന്തേലും കഴിച്ചോന്നാ? അങ്ങനെയല്ലേ ദീപം പറഞ്ഞ? അങ്ങനെ ആയിരിക്കും. കഴിച്ചോടാ, നീ കഴിച്ചോ? എടാ, അവൻ പാലല്ലേ കുടിക്കോളൂ, കഴിക്കാറൊന്നും ആയിട്ടില്ല. എന്നാ കുടിച്ചാ? അയ്യോ, പണി വാളിയല്ലോ. ഞാനിത്തിരി കുടിച്ചോന്നല്ലേ ചോദിച്ചോളൂ, അതിനിങ്ങനെയൊക്കെ പറയണം. എന്താടാ കൊച്ചെന്തോ പറഞ്ഞില്ലേ? അതെ, ഞാനേ പുറത്തെവിടെയെങ്കിലും കാണാം, നിങ്ങൾ അങ്ങോട്ട് വന്നേരിക്കും. പൊന്നോ, നിന്നുരുകിപ്പോയി. ഇങ്ങനെയുണ്ടോ പിള്ളേര്? ഒന്നും മനസ്സിലാവുന്നില്ല. വാസു, അങ്ങനെ പോയാലെങ്ങനെയാ? എല്ലാം കൂടി ഒരു 102 പാവം വരും. മാള് ഒന്നിങ്ങ വന്നിരുന്നെങ്കിൽ. അമ്മേ, എന്താ വിളിച്ചേ? വിളിച്ചിട്ട് കൊറേ ആയല്ലോ, ഇപ്പോഴാണോടി വന്നേ? പിന്നെ അമ്മേ, കുഞ്ഞാവയാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു. എപ്പോഴാണ് ഞാൻ വേണം. പാവം കൊച്ചി. എന്താ അമ്മേ വിളിച്ചേ? അതോ, തലമുറകളായി കൈമാറി കിട്ടിയ കുറച്ച് ആഭരണങ്ങളുണ്ട്. എന്റെ അമ്മൂമ്മ എനിക്ക് കൈമാറി തന്നതാ. അത് ഇനി നിനക്കാ. പക്ഷെ ഇപ്പോഴൊന്നും തരത്തില്ല. അതൊക്കെ ഒന്ന് ഇട്ടൊന്ന് കാണിച്ചേ, ഒന്ന് കാണട്ടെ. സ്വർണ്ണ? അതെ. ഹായ്. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ഇട്ടിട്ടൊന്ന് കാണിച്ചേ. അമ്മക്കൊരാഗ്രഹം. പിന്നെ എന്താ അമ്മേ? പാറുന്നില്ലേ അമ്മേ? അവക്ക് വേറെയാ, അത് ലോക്കറിൽ വെച്ചേക്കുക. എന്നാ ഞാൻ ഇട്ടിട്ട് ഇപ്പൊ തന്നെ വരാവേ. അമ്മേ, ദേ നോക്ക്. ഹായ്, എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. അടിപൊളിയായിട്ടുണ്ട്. അമ്മേ, നല്ല ഭംഗിയാ. കണ്ണാടി നോക്കിട്ട് സൂപ്പർ ആയിട്ടുണ്ട്.
ഇനി ഇതൊക്കെ ഒരു വെച്ചോ. ഇട്ട് കൊതി തരുന്നില്ല അമ്മേ. ഞാൻ ഇതിട്ടൊന്ന് പുറത്തു പോയിട്ട് വന്നോട്ടെ. അയ്യോ അതൊക്കെ വേണോ? പ്ലീസ് അമ്മേ, ഒന്ന് പോയിട്ട് ഓടി വരാം. ശരി, എത്രയും പെട്ടെന്ന് ഊരി വെച്ചേക്കണം കേട്ടോ. ഓക്കെ അമ്മേ. ടോവിനെ കാണിക്കാം, എന്റെ ഭംഗി ഒന്ന് കാണട്ടെ. ചായ കുടിക്കാൻ പോകാൻ വിളിച്ചിട്ടുണ്ട്. അതിന്റെ മാസം നീ വേഗം ഓടിക്കളഞ്ഞേ. എന്റെ പൊന്നു പാറു, ആ ചെറുക്കൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? എനിക്കാണെങ്കിൽ അവരുടെ ഭാഷയും മനസ്സിലായില്ല. ഞാൻ ഓടിക്കളഞ്ഞു. അതായിരുന്നു കാര്യം. ആടി ഇവരോടൊക്കെ പിടിച്ചിട്ട് എന്ത് പാടാന്നറിയോ? ഇതെന്താ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? ഇവളിതെവിടെ പോന്നു? അതില് പ്രസക്തിയില്ല. കയ്യിലും കഴുത്തിലൊക്കെ കണ്ടാ? അത് തന്നെ. ഒളിച്ചോടി എങ്ങാനും. അവള് ഒളിച്ചോടിയാ? ഇത് നിന്റെ ചേച്ചിനെ കാണുന്നില്ലല്ലോ. ഇനി എവിടെ പോയി പിടിക്കാനാ? വിഷമിക്കലേ, നമ്മളെ ചേച്ചിനെ കാത്തിരിക്കും. അറിഞ്ഞിട്ടുണ്ടാവോ? ഇല്ല, 4 ആൾ അറിയണതിന് മുമ്പ് നമ്മളെ വീട്ടിലെത്തിച്ചിരിക്കും. പാറുഭവൻ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാൻ. പേര് മാത്രം പറയണ്ട കേട്ടോ. പോടാ പടിഞ്ഞാറത്തറ. നീ ഇനി അതും പറഞ്ഞോണ്ടിരുന്നോ? അവരിപ്പം ജില്ല വിട്ടിട്ടുണ്ടാവും. അയ്യോ ചേച്ചി, ഇപ്പൊ എത്ര മണിയേക്കാം? കൊറേ ആയല്ലോ. നിന്റെ ചേച്ചി ബൈക്കിൽ പോണ്. നമുക്ക് കിഴക്കേക്കോട്ടേന്ന് ഓട്ടോ പിടിച്ചു പോകാം. ആണോ? ആ വഴി അങ്ങോട്ടാ. പണിയാവുമല്ലോ. പണിയാവും. നാണക്കേടായല്ലോ. അതെ, നാട്ടാരും കൂട്ടാരും ഒക്കെ ഇപ്പൊ കാണും. അതും സ്വർണ്ണത്തിൽ കുളിച്ചാണല്ലോ പോകുന്നേ. ഓട്ടോ ഓട്ടോ. അതും നടത്തിയില്ല. ചേടാ, ഇനി എങ്ങനെ വീട്ടിൽ പോകും? ചേച്ചിയിലാണ്ട് വീട്ടിട്ട് പോകാൻ പറ്റില്ല. നാണക്കേടായല്ലോടാ. ഒറ്റ ഓട്ടോ നിർത്തുന്നില്ല. ഇനി വല്ല ട്രെയിനും പിടിച്ചു പോകേണ്ടി വരുവാടി. എനിക്കറിയില്ലടാ. ബാ, നടക്കാൻ കുറച്ചു ദൂരം. എന്നിട്ട് അടുത്ത ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ വിളിച്ചു. കുറെ ചെലവാകുമല്ലോ. പോക്കറ്റ് മണിയൊക്കെ ഇന്ന് തന്നെ പോകുന്ന തോന്നുന്നു. ഇതൊക്കെ വിശ്രമിച്ചൊരു സമൂസയും ചായയൊക്കെ കഴിക്കാം. തല കറങ്ങുന്നേ. ചെറ്റിട്ട പോലെയാണ് പോകുന്നത്. വീട്ടിൽ ഇതുപോലെ 2 ഉണ്ടെങ്കിൽ തീരുമാനമായി കിട്ടിയത്. പെങ്ങന്മാരെ നോക്കാൻ പെടുന്ന പാടേ. ഇത് ആ കണക്ക് തന്നെ. വീട്ടിലില്ലെന്നല്ലേ ഉള്ളൂ പപ്പ. ഭഗവാനെ, പെട്ടെന്ന് കാട്ടി തന്നെ. നടന്ന് തളർന്നേ. തമ്മിൽ പിണങ്ങി പോകല്ലേ, കാലം കുറയായില്ലേ. ഒരു പാട്ട് പാടിയിട്ടാണ് കൂടെ വരുന്നുണ്ടോ നീ? കുറെ നേരമായില്ല. നീ ഇന്ന് തിരിച്ചെത്തിയാ? പിന്നെ അല്ലാണ്ട് എത്ര നേരം അവിടെ നോക്കി നിൽക്കണം? എടീ, നീ ജെറ്റിട്ട് പോയോണ്ട് ഞാൻ എവിടെ ഇട്ട് പിടിക്കാനാ? ഇതിപ്പോ ലാഭമായല്ലോ. ഇനി തമ്മി കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നിന്ന് പാട്ട് പാടാം. മര്യാദക്ക് വാ വാസു, തമാശയൊക്കെ പിന്നെ. ചേട്ടാ, ഇതിപ്പോ ഞാനെന്താ ചെയ്ത